കെരാറ്റിൻ എന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ബന്ധിപ്പിച്ച് നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഡൈസൾഫൈഡ് ബോണ്ടുകളെ. ഈ ബോണ്ടിലുണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സെറം മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക്. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ഹോം റെമഡിയാണല്ലേ നമ്മുടെ സവാള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ളിയുടെ ജ്യൂസ്. ചെറിയ ഉള്ളിയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ സവാള ആണെങ്കിലും എടുക്കാവുന്നതാണേ. അപ്പോൾ നമ്മുടെ സവാളയിൽ ചെറിയ ചെറിയ പൊടികളുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടെ നമ്മൾ ഇളക്കി കളയേണ്ടതാണ്. ഇതിൽ ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കളയണം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കറുത്ത പൂപ്പലൊന്നും ഇല്ല. ചിലർ ഉള്ളിയുടെ ജ്യൂസ് ഡയറക്റ്റായി തേക്കാറുണ്ട്, ചിലരാകട്ടെ അത് നമ്മുടെ എണ്ണയിൽ കാച്ചിയിട്ട് തലയിൽ തേക്കാറുണ്ട്. പക്ഷേ എണ്ണയിൽ കാച്ചുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ടേ. ചിലരാണെങ്കിൽ എണ്ണ കാച്ചി തേക്കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ചിലരാകട്ടെ വേറെ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പിനേഷൻ ഹെയർ കെയർ ആണേ. ചില ആൾക്കാരാണെങ്കിൽ ഉള്ളി ജ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും, അവർക്ക് മുടി പൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നത് കാണാം. എന്നാൽ ചിലർക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിച്ചാൽ ഗുണം കിട്ടത്തില്ല. മാത്രമല്ല തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാകുന്നു, കൂടുതലായി മുടി കൊഴിച്ചിലുണ്ടാകാം, അവർക്ക് മുടി ചിലപ്പോൾ നരയ്ക്കാനും ചാൻസ് ഉണ്ട്. അപ്പം മുടി പൊഴിയാൻ വേണ്ടിയിട്ട് എന്താണ് കാരണം നോക്കാം. നമ്മുടെ ഉള്ളിയിൽ മുടിക്ക് ഗുണം ചെയ്യുന്ന സൾഫർ അടങ്ങിയിട്ടുണ്ടേ. അതുപോലെ തന്നെ വൈറ്റമിൻ സി, ഫ്ലവനോയിഡ്സ്, ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ചില മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ സൾഫർ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സവാള കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കാൻ നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിനീരിലാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ മുടി പൊഴിച്ചിൽ പലർക്കും കുറയുന്നത്. അതുപോലെ തന്നെ ഉള്ളിയുടെ ജ്യൂസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ ഹെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ കോർട്ടക്സ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ മെഡുല, അതിൻ്റെ പുറത്ത് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ലെയർ കാണും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നാര് പോലെ മുടിയായി നിലനിർത്തുന്നത് നമ്മുടെ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു കവറിങ് ആണ്. കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ പാമ്പിൻ്റെ ശൽക്കങ്ങൾ പോലെ ലെയർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാളിയാണ്. ഇത് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ മുടിയുടെ പുറമേയുള്ള ഒരു കവറിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും കെരാറ്റിൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് പകുതി വെച്ച് മുടി പൊട്ടിപ്പോവുകയും ചെയ്യും, ചിലർക്ക് മുടി ചീകുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവും. ഇതെല്ലാം സംഭവിക്കുന്നത് കെരാറ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇതാണ് അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇത് നമുക്ക് കളയാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ ഒരുപോലെ എടുക്കുന്നുണ്ട്, ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കെരാറ്റിൻ എന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ബന്ധിപ്പിച്ച് നിലനിർത്താൻ സഹായിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഈ ബോണ്ടിനുണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയുന്നതിനും പൊട്ടിപ്പോകുന്നതിനും കാരണമാകുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുടിയിൽ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസിലുള്ള സൾഫർ ഡൈസൾഫൈഡ് ബോണ്ടിനെ നന്നായി ഹെൽപ്പ് ചെയ്യും. അതായത് നന്നായി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസിലുള്ള ഡൈസൾഫൈഡ് ബോണ്ടിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും അങ്ങനെയാണ് മുടി പൊഴിച്ചിൽ മാറുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ തേക്കുന്നത് അത് 2-3 തുള്ളി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് തേച്ച് കൊടുക്കാതെ. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്, നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കുറഞ്ഞത് തലയിൽ ഉപയോഗിക്കാവുന്നതാണ്. കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ തലയിൽ, അതായത് സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്.